നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ ടീം ഒരു ടെസ്റ്റ് പരമ്പര ഒരുങ്ങുകയാണല്ലോ. നവംബറിലാണ് WTCയിൽ നമ്മൾ ഇതിനു മുമ്പ് ടെസ്റ്റ് പരമ്പര കളിച്ചത്. നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു. സൗത്ത് ആഫ്രിക്കയോട് 2-0 പരാജയപ്പെട്ട് നിൽപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ WTCയുടെ ഭാഗമായ ഈ ടെസ്റ്റ് പരമ്പരയിൽ നമുക്ക് വിജയിച്ചേ പറ്റൂ. ശ്രീലങ്കയ്ക്കെതിരെ 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണ് ഉള്ളത്. ഇപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു ത്രിദിന മത്സരം, പ്രാക്ടീസ് മത്സരം, വാമപ്പ് മത്സരം നടക്കുകയാണല്ലോ. നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈവുള്ള കാര്യമൊക്കെ നമ്മൾ ഇന്ന് രാവിലെ വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ശുഭ്മൻ ഗില്ല് പരിക്ക് കാരണം ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ റിംഗ് ഫിംഗറിന് പരിക്കുണ്ട്. അതാണ് അദ്ദേഹം ഇന്ന് ഇറങ്ങാത്തത്. KL രാഹുലാണ് ഇന്ന് ടീമിനെ നയിച്ചിരുന്നത്. നാളെ ഒരു പക്ഷേ നമുക്ക് ഗില്ലിനെ ബാറ്റ് ചെയ്യാനൊക്കെ അവൈലബിൾ ആയേക്കും. പ്രാക്ടീസ് മത്സരമാണ്, അത്ര പ്രാധാന്യമേ ഉള്ളൂ. പക്ഷേ ഇത് നൽകുന്ന ചില സൂചനകളുണ്ട്. അത് നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ലല്ലോ. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാന കളികൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ റിവ്യൂ പറയാറുണ്ട്. അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ ഒക്കെ വിശകലനങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് ഒരു സുപ്രധാന കളിയല്ല, എന്നാൽ പോലും സുപ്രധാന കളിക്ക് മുമ്പുള്ളൊരു വാമപ്പ് മാച്ചാണ്. നമ്മൾ കുറേ ആയല്ലോ റെഡ് ബോൾ ക്രിക്കറ്റ് കളിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യ ദിവസം, ശ്രീലങ്ക ടൂറിലെ ആദ്യ ദിവസം, അതൊന്ന് പരിശോധിക്കുകയാണ്. ശ്രീലങ്ക ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ശ്രീലങ്കൻ 11 ആണ്, അല്ലാതെ ശ്രീലങ്കയുടെ ടെസ്റ്റിനുള്ള അവരുടെ ആ ടീമല്ല കളിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ടൂർ മാച്ച്. അപ്പോൾ ഞാൻ അറിയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ടൂർ മാച്ച് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു 11 ഇന്ത്യക്കെതിരെ കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീലങ്കൻ 11 എന്നാണ് അവർ ഔദ്യോഗികമായിട്ട് അതിന് പേരിട്ടിരിക്കുന്നത്. എന്തായാലും ആദ്യ ദിവസം നമ്മുടെ സീം ബൗളേഴ്സിനെ ശരിക്കും അവർ ഫ്രസ്ട്രേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. 363 റൺസ്, 8 വിക്കറ്റ് നഷ്ടത്തിൽ 90 ഓവർ ആദ്യ ദിവസത്തെ ഫുൾ കോട്ട ബൗൾ ചെയ്യുമ്പോൾ 8 വിക്കറ്റിന് 363 എന്ന നിലയിലാണ് അവരുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും അവരുടെ ബാറ്റർമാർ നമുക്ക് നല്ല രൂപത്തിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി. പ്രത്യേകിച്ച് നമ്മുടെ സീമർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവരുടെ 7 ബാറ്റർമാർ 30 റൺസിന് മുകളിൽ സ്കോർ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ കാര്യം വ്യക്തമാണല്ലോ. 3 ബാറ്റർമാർ അർദ്ധ സെഞ്ചുറി കടക്കുകയും ചെയ്തു. എന്നാലും ആർക്കും സെഞ്ചുറിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. രവീന്ദ്രു രസാന്തയുടെ 71 റൺസാണ് ഉയർന്ന സ്കോർ. ഏതായാലും ശ്രീലങ്ക 11 സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് ഡേയിൽ അവർ നല്ല രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്തു എന്ന് പറയണം. 363 റൺസ് അവർ സ്കോർ ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണല്ലോ. നല്ല ഒരു റൺ റേറ്റിൽ തന്നെ അവർ സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റംസിൻ്റെ സമയത്ത് ക്രീസിലുള്ളത് ദിലും സുധീരയും അതുപോലെ തന്നെ കേസര നുവാന്തയുമാണ്. സുധീര 1 റൺസുമായിട്ടും നുവാന്ത 9 റൺസുമായിട്ടും ക്രീസിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്പിൻ ബൗളേഴ്സിൻ്റെ പ്രകടനത്തിൽ നമുക്ക് ആശ്വാസമുണ്ട്, അതാണ് പറയാൻ കഴിയുക. കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ, മനോജ് സുഥാർ, ഇവർ 3 പേരും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. കുൽദീപാണ് ഏറ്റവും അധികം വർക്ക് ലോഡ് ഏറ്റവും അധികം അദ്ദേഹത്തിനായിരുന്നു. 18 ഓവറുകൾ അദ്ദേഹം പന്തെറിഞ്ഞു. ഗുർനൂർ ബ്രാർ 1 വിക്കറ്റ് എടുക്കുകയുണ്ടായി. പിന്നെ 1 റണ്ണൗട്ടാണ്. അത് ആ ഓപ്പണിംഗ് വിക്കറ്റിൽ അവർ നല്ല രൂപത്തിൽ സ്കോർ ചെയ്ത് പോയതാണ്. ആ ഘട്ടത്തിലാണ് ഒരു റണ്ണൗട്ട് വന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ ബൗളർമാർ 7 ബൗളർമാരെ ഈ ഇന്ത്യൻ ക്യാപ്റ്റൻ ഉപയോഗപ്പെടുത്തി. മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും സാരാംശ് ജെയിനും വിക്കറ്റ്ലെസ് ആണ്. സാരാംശ് ജെയിന് പുതുതായിട്ട് സ്കോഡിലേക്ക് വന്നിട്ടുള്ള ആളാണ്, നമുക്കറിയാം. ആദ്യ ടെസ്റ്റ് അദ്ദേഹം അരങ്ങേറുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആദ്യ ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ വിക്കറ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ സിറാജും പ്രസിദ്ധ് കൃഷ്ണയും വിക്കറ്റ്ലെസ് ആയി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സീബേഴ്സിന് ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഔട്ടിംഗ് ആയിരുന്നു. ശ്രീലങ്കൻ 11 റൺ റേറ്റ് 4.03 ആണ്. അതും കൂടി നമ്മൾ കാണണം. അവരുടെ ബാറ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ബൗളിങ്ങിനെ നേരിടുന്നതിൽ ഒരു തരത്തിലും ഭയപ്പാടില്ലാതെ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ബൗണ്ടറികൾ നിർലോഭം വന്നു എന്നുള്ളതാണ്. അതായത് ആകെ 47 ബൗണ്ടറികൾ വന്നു. അതിൽ 6 സിക്സറുകളുണ്ട്, ബാക്കിയൊക്കെ 4കളാണ്. ഏതായാലും 47 ബൗണ്ടറികൾ അവരടിച്ചു എന്ന് പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാണല്ലോ. 200 റൺസ് ബൗണ്ടറിയിലൂടെയാണ് അവർ നേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. 55% അവരുടെ റൺസ് വന്നതിൽ 55% വന്നത് ബൗണ്ടറികളിലൂടെയായിരുന്നു. അപ്പോൾ വളരെ പ്രൊളിഫിക്കായിട്ട് തന്നെ അവർ ബാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ബൗളിംഗ് അറ്റാക്കിൻ്റെ ഒരു രൂപം വളരെ കൃത്യമായിട്ട് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. റെഡ് ബോൾ ക്രിക്കറ്റിൽ നമുക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട് എന്നുള്ളത്
വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ആദ്യ ദിവസത്തെ ഒരു ഇംപ്രഷൻ അതാണ്. ഇന്ത്യൻ പേസർമാരെ സീബർമാർ അവർ ശരിക്കും ഫ്രസ്ട്രേറ്റ് ചെയ്യിച്ചു. നമുക്ക് സ്പിന്നർമാർ വിക്കറ്റ് എടുത്തെങ്കിൽ പോലും വളരെ അനായാസം അവർ കൈകാര്യം ചെയ്ത് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ അവരുടെ ഓപ്പണിംഗ് അവറൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രൂപത്തിൽ തന്നെ അവർ ബാറ്റ് ചെയ്ത് പോവുകയായിരുന്നു. 110 റൺസാണ് അവരുടെ ഓപ്പണിംഗ് സ്റ്റാൻഡിൽ അവരെടുത്തത്. നിഷാൻ ഫെർണാണ്ടോ നല്ല രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്തു. 66 പന്തിൽ നിന്ന് അദ്ദേഹം 65 പന്തിൽ നിന്ന് അദ്ദേഹം 66 റൺസ് അടിച്ചു എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷേ ആ ഒരു റണ്ണൗട്ട് അതാണ് ആ ഒരു ഇന്നിങ്സ് ആ ഒരു കൂട്ടുകെട്ട് അവസാനിപ്പിച്ചത്. രണ്ടുപേരും ഒരേ എൻഡിലെത്തുന്ന രൂപത്തിലൊക്കെ വളരെ കറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു റണ്ണൗട്ടായിരുന്നു. രസാന്ത കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടാണ് ബാറ്റ് ചെയ്തതെന്ന് പറയേണ്ടി വരും. 143 പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ 71 റൺസ് വന്നത്. പക്ഷേ അദ്ദേഹമാണ് അവരുടെ ഇന്നിങ്സിൽ ഇപ്പോഴത്തെ ടോപ്പ് സ്കോററായിട്ടുള്ളത്. അതായത് സുതാറിൻ്റെ ബൗളിങ്ങിൽ ഫ്ലൈറ്റും ഡിപ്പും ഒക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെയാണ് പിന്നെ ഒടുവിൽ അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. ഏതായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്, നമ്മുടെ ബൗളർമാർക്ക് വലിയ രൂപത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് തുടക്കത്തിലൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇപ്പം നിഷാൻ ഫെർണാണ്ടോയും അതുപോലെ തന്നെ രവീന്ദ്ര രസന്തയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ അവർ 110 റൺസ് അടിച്ചു. 21ാമത്തെ ഓവറിലാണ് ആ ഒരു കൂട്ടുകെട്ട് മടങ്ങുന്നത്. റൺഔട്ടായിരുന്നു നിഷാൻ ഫെർണാണ്ടോ 66 റൺസുമായിട്ട് മടങ്ങിപ്പോയി. അതിനുശേഷം അടുത്ത വിക്കറ്റ് കൂട്ടുകെട്ടിലും അവർ മോശമല്ലാത്ത ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കി. ഒരു 10-61 റൺസ് അവരവിടെ ആഡ് ചെയ്തു. അതിനുശേഷമാണ് പസിന്ദു സൂര്യബന്ധാര മടങ്ങിപ്പോകുന്നത്. സൂര്യബന്ധാര 63 പന്തിൽ നിന്ന് 35 റൺസ് അടിച്ചു. രവീന്ദ്ര ജഡേജയാണ് അദ്ദേഹത്തെ ബൗൾഡാക്കി പറഞ്ഞു വിട്ടത്. പിന്നെ രവീന്ദ്ര രസാന്ത മടങ്ങി. 201 റൺസായിരുന്നു അപ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. രസാന്ത 143 പന്തിൽ നിന്ന് 71 റൺസ്. ഞാൻ പറഞ്ഞല്ലോ, സുതാറിൻ്റെ പന്തിലാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. എന്നാൽ അവരുടെ മറ്റ് ബാറ്റർമാരും കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് തുടരും. ഞാൻ പറഞ്ഞല്ലോ 30 റൺസിന് മുകളിൽ 7 പേര് സ്കോർ ചെയ്തിട്ടുണ്ട്. പവൻ രത്നായകെ 47 പന്തിൽ നിന്ന് 39 റൺസ്. ഗുർനൂർ ബ്രാറിൻ്റെ പന്തിൽ പടിക്കൽ പിടിച്ചാണ് മടങ്ങിപ്പോയത്. അഹാൻ വിക്രമസിംഗെ 43 പന്തിൽ നിന്ന് 31 റൺസാണ് അടിച്ച്. കുൽദീപ് യാദവിൻ്റെ പന്തിൽ ഗുർനൂർ ബ്രാർ പിടിച്ചും മടങ്ങി. അതേസമയം അവരുടെ ക്യാപ്റ്റൻ സൊനാൽ ദിനുഷ മികച്ച രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ സുതാറിൻ്റെ പന്തിൽ അദ്ദേഹം LBW ആയിട്ടാണ് മടങ്ങിയിട്ടുള്ളത്. 72 പന്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ 52 റൺസ് വളരെ മികച്ചൊരു കോൺട്രിബ്യൂഷനാണ്. പിന്നെ അഞ്ചാല ബന്ദാര 13 റൺസുമായിട്ട് മടങ്ങിയപ്പോൾ രമേഷ് മെൻഡിസ് നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്തി. 49 പന്തിൽ നിന്ന് 32 റൺസ്. അവർ ഇങ്ങനെ കുഞ്ഞു കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ അതൊക്കെ വളരെ പ്രൊളിഫിക്കായിട്ട് സ്കോറിംഗ് ഉള്ളതുമായിരുന്നു. പക്ഷേ ബിഗ് ആയിട്ടുള്ള കൂട്ടുകെട്ടുകൾ പിന്നീട് വന്നില്ല. ഒരു സെഞ്ചുറിയിലേക്കൊക്കെ പോകുന്ന രൂപത്തിൽ സംഭവിച്ചില്ല എന്ന് മാത്രം. എന്തായാലും 8 വിക്കറ്റുകൾ ഇന്ത്യ വീഴ്ത്തുകയുണ്ടായി. ക്രീസിൽ അവസാനമുള്ളത് കേശാര നുവാന്തയും ദിലും സുധീരയുമാണ്. നമുക്ക് വേണ്ടി സിറാജ് 13 ഓവർ ബൗൾ ചെയ്തു. 44 റൺസ് വിട്ടുകൊടുത്തു, വിക്കറ്റില്ല. പ്രസിദ്ധ് 8 ഓവർ 32 റൺസ്, വിക്കറ്റില്ല. അപ്പോൾ ഇതാണ് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നത്. നമ്മുടെ പേസർമാർക്ക് സീമർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ശ്രീലങ്കയിലെ പിച്ചാണ്. പൊതുവേ സീമർമാർക്ക് വലിയ രൂപത്തിലൊരു പിന്തുണ കിട്ടാറില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ പോലും ഒരു ഇമ്പാക്റ്റ് തുടക്കത്തിൽ ഉണ്ടാക്കേണ്ടതായിരുന്നു. രവീന്ദ്ര ജഡേജ 15 ഓവറിൽ 64 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തി. ഗുർനൂർ ബ്രാർ 12 ഓവറിൽ 49 റൺസിന് 1 വിക്കറ്റ് എടുത്തു. കുൽദീപാണ് ഏറ്റവും അധികം ഓവറുകൾ എറിഞ്ഞത്. 18 ഓവറിൽ 76 റൺസ് അദ്ദേഹം 2 വിക്കറ്റ് എടുത്തു. മനോജ് സുതാർ 13 ഓവറിൽ 33 റൺസിന് 2 വിക്കറ്റ് എടുത്തു. സുതാർ വളരെ മനോഹരമായിട്ട് തന്നെ പന്ത് എറിഞ്ഞിട്ടുണ്ട്. സരാൻസ് ജെയിന് 11 ഓവർ കൊടുത്തു. അദ്ദേഹം ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു. 54 റൺസ് വിട്ടുകൊടുത്തു, വിക്കറ്റ്ലെസ് ആയി മാറുകയും ചെയ്തു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ നാളെ രാവിലെ തന്നെ അവരെ റാപ്പപ്പ് ചെയ്യുക. ബാക്കി ഇന്ത്യയുടെ ബാറ്റിംഗ് ഇനിയിപ്പോൾ 2 ദിവസമാണുള്ളത്. പരമാവധി ബാറ്റ് ചെയ്യുക. ബാറ്റിംഗ് പ്രാക്ടീസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. ആദ്യ ദിവസം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗളിംഗ് അങ്ങ് പോരെ. ശ്രീലങ്കൻ കണ്ടീഷനിലും അവരുടെ മെയിൻ ടീമിനെതിരെ കളിക്കുമ്പോൾ പണി കിട്ടുമോ എന്നൊരു തോന്നലുണ്ട്. അനായാസമാണ് ശ്രീലങ്കൻ 11 ഇന്ത്യൻ ബൗളർമാരെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതാണ് ആദ്യ ദിവസം ലഭിക്കുന്ന ഒരു സൂചന. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.